ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ പതിവ് പോലെ കുറച്ച് അടിപൊളി റെസിപ്പീസും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. റെസിപ്പീസ് ഷെയർ ചെയ്യാണ്ട് എന്ത് വീഡിയോ അല്ലേ, കാരണം നമ്മൾ മെയിൻ ഉദ്ദേശം തന്നെ റെസിപ്പി ഷെയർ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ. പിന്നീട് അത് വ്ളോഗിലേക്കൊക്കെ മാറി, ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറേണ്ടതെന്ന് കരുതി അങ്ങനെ മാറിയതാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് എപ്പോഴും റെസിപ്പി വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം, വ്ളോഗൊക്കെ ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും 2026 എത്തിയിരിക്കുകയാണ്. 2026 നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഷോർട്സ് ആയിട്ട് ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 2026 സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഹൈപ്പും ഒക്കെ തരാം. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ തന്നെ നല്ല നല്ല കമൻസും കൂടി എല്ലാവരും തരാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ കിട്ടാം. ഏത് തരത്തിലുള്ള കമൻ്റ് ആണെങ്കിലും അത് ഞാൻ അതിൻ്റെ രീതിയിൽ തന്നെ എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു വീഡിയോ ഞാൻ 2-ാം തീയതിയാണ് കേട്ടോ എടുക്കുന്നത്. 1-ാം തീയതി അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് അത്ര നല്ലൊരു ദിവസം അല്ലായിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രി കിടക്കുമ്പോഴൊക്കെ ന്യൂ ഇയർ അല്ലേ, പുതിയ തുടക്കമല്ലേ, നല്ല രീതിക്ക് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്നായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര മടി കേട്ടോ. അന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയും മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇത് 2-ാമത്തെ ദിവസമാണ് കേട്ടോ, അതായത് 2-ാം തീയതിത്തെ വീഡിയോ ആണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ 6-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ എന്തോ ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഞാനും വീഡിയോയിലാണ് ഞാനത് കാണുന്നത്, ഇതിന് മുന്നേ ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ. മിക്കവാറും വാഷിംഗ് മെഷീനിൽ എന്തെങ്കിലും പറ്റിയതാവാനാണ് ചാൻസ്. പൊതുവേ ഇതുപോലുള്ള ബ്ലാക്ക് ഡ്രസ്സ് നമ്മൾ കളർ ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു തരം പൊടി ഇങ്ങനെ ആ ബ്ലാക്ക് ഡ്രസ്സിൽ പിടിക്കാറുണ്ട്. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നല്ലൊരു സ്ട്രോങ് കോഫി തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ രാവിലെ എണീറ്റാൽ ഇങ്ങനെ കാലിച്ചായ ഒന്നും കുടിക്കുന്ന ശീലം എനിക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടില്ല കേട്ടോ, വീട് മാറിയതിൻ്റെ ശേഷം. അതിന് മുന്നേ കാലിച്ചായ കുടിക്കാണ്ട് ഞാനൊരു സ്റ്റെപ്പ് അനങ്ങൂല എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണമല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഒറ്റയ്ക്കല്ലേ, മറ്റേതാകുമ്പോൾ ഉമ്മയും ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് ആ ഒരു കാലിച്ചായ കുടിക്കുക, ആ സമയത്ത് എന്തെങ്കിലും സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം എന്താ പറയുക ഒരു രസമുള്ള ടൈമായിരുന്നു. ഇപ്പം ഇങ്ങനെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കുടിക്കുക, ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, അതായപ്പോൾ പിന്നെ ആ പരിപാടി ഞാനങ്ങോട്ട് നിർത്തി. ആ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും. കല്യാണത്തിൻ്റെ മുന്നേയൊക്കെ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരിക്കും, അത് പോയിട്ട് കഴിക്കുക എന്നുള്ള അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിൻ്റെ ശേഷം വല്ലാണ്ട് മാറ്റമൊന്നുമില്ല, കാരണം കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും അരിയുക, മുറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ക്ലീനിങ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അങ്ങനെ എന്താ പറയുക ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നേരെ മറിച്ച് എത്ര മാറ്റം വന്ന്, ബാക്കിയുള്ളവർ എണീക്കുന്നതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്ന്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ മടി തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളങ്ങോട്ട് വന്ന് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് സെറ്റായി വരണമല്ലോ. പക്ഷേ ലഞ്ചും ഡിന്നറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയേ അങ്ങനെ പോകും. ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പിന്നെ എന്ത് ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് കറി ഉണ്ടാക്കും, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കിയാലോ, അങ്ങനെയൊക്കെ പല പല തോന്നലുകളാണ്. നേരെ മറിച്ച് നമ്മൾ തലേന്ന് നാളെ അത് ഉണ്ടാക്കാമെന്ന് കരുതി പ്ലാൻ ചെയ്ത് വെച്ചാൽ വലിയ സീനില്ല കേട്ടോ. ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. തുടക്കത്തിലൊക്കെ ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഫ്ലാസ്കിൽ കുറച്ച് ചായ കാച്ചി വെച്ചാൽ രാവിലെ എണീറ്റ് പാടെ എടുത്ത് കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കരുതി വേണ്ട, അതങ്ങോട്ട് മെല്ലെ ആ ശീലം പതുക്കെ അങ്ങോട്ട് ഒഴിവാക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സമാധാനത്തിലിരുന്ന് നമുക്ക് കാലിച്ചായ അല്ലെങ്കിൽ ഈ ഒരു കോഫിയൊക്കെ കുടിക്കാൻ തോന്നുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തിരക്കും കാര്യങ്ങളായിട്ട് അതിനൊന്നും സമയം ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് തന്നെ മോട്ടർ ഇടാണ് കേട്ടോ. എന്നും രാവിലെ എൻ്റെ ഒരു ശീലമാണിത്. ഫസ്റ്റ് തന്നെ ഞാൻ മോട്ടർ ഇട്ട് വെക്കും. അത് ചിലപ്പോൾ തലേ ദിവസം വൈകുന്നേരം നിറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മോട്ടർ ഇടും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കറണ്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പണിയാവില്ല എന്ന് കരുതിയിട്ട് രാവിലെ എപ്പോഴും ഞാൻ മോട്ടർ ഇട്ടു കേട്ടോ. അങ്ങനെ അത് നമ്മൾ 2 ദിവസം മുന്നേ കഴുകി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഹോബിൻ്റെ പാർട്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് കുക്കിങ്ങിന് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ചായക്കുള്ള വെള്ളം വെക്കാണ്. അതാണ് ഞാൻ എപ്പോഴും ആദ്യമേ ചെയ്യൽ കേട്ടോ. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പണിയൊക്കെ കഴിയുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചായയും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചായ തിളപ്പിച്ച് വെക്കുകയാണ്. ഈ ഒരു പാത്രം വെക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈ ഒരു ഗ്ലാസ് കെറ്റിൽ എൻ്റെ മനസ്സിലേക്ക് വരും കേട്ടോ. ഈ ഒരു കെറ്റിൽ എനിക്ക് അത്ര ഫോണ്ടല്ലായിരുന്നു, പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വേറൊരു മോഡൽ കെറ്റിൽ അതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി വാങ്ങിച്ചു, അത് വീണ്ടും പൊട്ടി. അപ്പോൾ ദാ ലാസ്റ്റ് ഇതും പൊട്ടി. പക്ഷെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിണ്ട് പോലെ അങ്ങനെയാണ് വന്നത്, വെള്ളം ലീക്കാവുക ചെയ്തത്. അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ ഷോപ്പീസായിട്ട് അങ്ങനെ വെച്ചതാണ്. ഈ തേങ്ങ പൊട്ടിക്കണ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറേ ആയി എന്നുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് കയ്യിലേക്ക് പാളൂ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 10-20 മേട്ടെങ്കിലും കൊടുക്കാണ്ട് ആ ഒരു തേങ്ങ എൻ്റെ പൊട്ടിക്കിട്ടലില്ല. പിന്നെ തേങ്ങ വെള്ളം ചിലപ്പോൾ മൂടുണ്ടാകുമ്പോൾ അങ്ങനെ കുടിക്കും, ചിലപ്പോൾ അങ്ങനെ കളയും. പിന്നെ കുട്ടിയൊക്കൊന്നും വലിയ താല്പര്യമില്ല, പിന്നെ തേങ്ങ വെള്ളം അങ്ങനെ എടുത്ത് വെക്കലില്ല. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് കേട്ടോ ഈ ഒരു തേങ്ങ മസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് ചിരണ്ടാൻ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി പെട്ടതാണ് തേങ്ങ ചിരണ്ടലും ഡ്രസ്സ് മടക്കി വെക്കലും. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാൽപ്പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാൽപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങയൊക്കെ ചിരകിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തേങ്ങയും ക്യാരറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനിതാ ഞാൻ പുതിയൊരു ഫ്രൈ പാനായിട്ടോ എടുക്കുന്നത്. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ മീനൊക്കെ പൊരിക്കാൻ എടുക്കുന്ന ആ ഒരു ഫ്രൈ പാന് അതിൻ്റെ കോട്ടിങ് കംപ്ലീറ്റ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കൊച്ചിയിൽ ലുലുന്ന് ഞാൻ ഒരു ഓഫർ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. 2 സെറ്റായിട്ടാണ് വന്നത്, ഒരു വലിയ ഫ്രൈ പാനും ഒരു ചെറുതും. വലുത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യമായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെറുത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കോട്ടിങ് മൊത്തം പോന്നിട്ടുണ്ട്. അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു കോട്ടിങ് ആയിരുന്നു കേട്ടോ. ഇത് പക്ഷേ ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടർ ഷെഫിൻ്റെ ഗ്രാനൈറ്റ് കോട്ടിംഗ് ഉള്ള 3 പീസ് കടായും സോസ് പാനും ഒരു വലിയ ഫ്രൈ പാനൊക്കെ വരുന്നൊരു സെറ്റ് ഉണ്ട്. അത് നല്ലൊരു സെറ്റാണ്, നമുക്ക് ചെറിയ രീതിയിൽ മെറ്റൽ ഫ്രണ്ട്ലി ആണ്. അങ്ങനെ കോട്ടിംഗ് ഒന്നും പോരണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാനൈറ്റ് കോട്ടിംഗ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് പ്രസ്റ്റീജിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു പുതുവത്സരത്തിൽ അതിൻ്റെ ഉദ്ഘാടനം കൊണ്ട് കഴിക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഞാൻ പുതിയ ടവൽസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പ് മേശൊക്കെ തുടയ്ക്കാൻ എടുക്കുന്ന ആ ഒരു ടവൽസൊക്കെ പുതുതാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ചെറിയൊരു എന്താ പറയുക, പുതിയത് ഓരോന്നിങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ എന്ന രീതിക്ക് ചെറിയ ഓരോ സന്തോഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാ പാനിൽ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, നമ്മൾ സാധാരണ പുട്ടിലേക്ക് എത്ര തേങ്ങ ഇടുമോ അത്രയും തേങ്ങ എടുക്കുക. സാധാരണ ഞാൻ പുട്ടിക്ക് കുറച്ച് തേങ്ങ ഇടലുണ്ട്, എനിക്ക് തേങ്ങ വലിയ താല്പര്യമില്ല. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി കാണിച്ചു തരില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും തേങ്ങ എടുത്തത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാൽപ്പുട്ട് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയില്ല, അതായത് കറി കൂട്ടി കഴിക്കുന്ന ഒരു പാൽപ്പുട്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതേ സെയിം പാൽപ്പുട്ട് നിങ്ങൾക്ക് കുറച്ച് മധുരം കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയൊന്നും കൂടാണ്ട് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഇല്ലാണ്ട് അങ്ങനെ വല്ലാണ്ട് ചിലവായി പോകില്ല. നമ്മളിപ്പോൾ വെള്ളപ്പത്തിലേക്കും നൂൽപുട്ടിലേക്കും ഓട്ടടയിലൊക്കെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചൂടായി നിർബന്ധിക്കുമ്പോൾ കഴിക്കുന്നല്ലാണ്ട് ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഈ ഒരു ക്യാരറ്റും തേങ്ങയും കൂടി അങ്ങനെ ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതിയേ. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ മധുരത്തിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ വീണ്ടും ഒരു പുതിയ ഐറ്റം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ബൗളാണ് കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് 129 റുപ്പീസേ ഉള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോയമ്പത്തൂർ ഡിമാർട്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് 2 എണ്ണം അങ്ങനെയാണ് എടുത്തത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ട്. അങ്ങനെ ഒരുപാട് നേരം ചകഞ്ഞ് നോക്കാതെ അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് റൈസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. കാരണം നമുക്കിവിടെ റൈസ് സെർവ് ചെയ്യുന്ന വലിയ പാത്രങ്ങൾ കുറവാണ്. പക്ഷേ ഇവിടെ വന്ന് നല്ല സൂക്ഷ്മമായി നോക്കിയപ്പോഴാണിത് സാധാരണ നമ്മൾ നോർമൽ പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡെക്കോറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മാവ് കുഴയ്ക്കാൻ കലക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചൂടുള്ള ഐറ്റംസ് ഒന്നും അതിലേക്ക് ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ സാലഡും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മാവ് കുഴയ്ക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ പുട്ടിന് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചോളത്തിൻ്റെ പുട്ടുപൊടി കേട്ടോ.
സാധാരണ നമ്മൾ അരിൻ്റെ പുട്ടുപൊടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റി ആയിക്കോട്ടെ, പിന്നെ ഈ ചോളത്തിൻ്റെ പുട്ടുപൊടി ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് നോർമൽ പുട്ടാക്കി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ചിലവാകില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതെടുത്തത് കേട്ടോ. ഇനി പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ പുട്ട് കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പാൽപ്പൊടി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാല് വെച്ചിട്ട് പുട്ട് കുഴച്ചെടുക്കുക, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ 3-ൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങയും കൂടിയുള്ള ആ മിക്സിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം, 2 ടേബിൾ സ്പൂൺ അല്ല 2 തവി, അതായത് ഒരു 1/4 കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ മാവ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഒന്നും കാണിക്കില്ല. സാധാരണ ഉണ്ടാക്കുന്ന കുക്കറിൽ ഉണ്ടാക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ചിക്കൻ കറി തന്നെയാണ്. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം ചിക്കനും തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ പല സമയത്തും ചിലതും ഫ്ലോപ്പായി പോവാറുണ്ട് കേട്ടോ. ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കണം മക്കളിങ്ങൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നില്ല, കാരണം എനിക്കും ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ പോയാൽ ഞാനും തുറന്നു നോക്കും. പ്രത്യേകിച്ച് അതിലൊന്നും തിന്നാനുണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും അതെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കി അതിലെന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതും ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇനി നമുക്ക് സാധാരണ പുട്ട് നിറയ്ക്കുന്ന പോലെ തന്നെ കുറ്റിയിൽ നിറച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ക്യാരറ്റ് മിക്സ് ആദ്യം ഇട്ട് കൊടുക്കുക, ശേഷം പുട്ടിൻ്റെ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക, പിന്നെയും തേങ്ങ ക്യാരറ്റ് മിക്സ് അങ്ങനെ ലെയർ ചെയ്തിട്ട് പുട്ട് സാധാരണ നമ്മൾ ആവി കയറ്റുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം കൂട്ടിയിട്ടുള്ള ആ ഒരു പുട്ടാണ്, ആ ഒരു പാൽപുട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടൻ ചായൻ്റെ കൂടെ പാൽ ചായൻ്റെ കൂടെ ഒക്കെ വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. പുട്ട് റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ചോറിൻ്റെ പണിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി കഴുകി കുക്കറിലിട്ടാൽ ചോറ് അവിടെ ആയിക്കോളല്ലോ. അപ്പോൾ പുട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഈ പറഞ്ഞ പോലെ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്ന ആ ഒരു രീതിക്ക് ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, മധുരമുള്ളതാണോ അതോ ഇതുപോലെ കറി കൂട്ടി കഴിക്കുന്നതാണോ ഉണ്ടാക്കുക എന്നുള്ളത് അറിയിക്കുക. അതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടി അറിയിക്കുക കേട്ടോ. ഇത് സംഭവം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്, കാരണം കോണും ക്യാരറ്റൊക്കെ കുട്ടിയൊക്കെ വളരെ നല്ലതുമാണ് കേട്ടോ. കുട്ടിയൊക്കെല്ലാം വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ്ട് പോയിക്കോളും അതിൻ്റെ കൂടെ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി കളിച്ചതിന് ശേഷം പിന്നെ നമ്മളെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവാനും. മറ്റത് ക്ലീനിങ് കഴിയാണ്ട് ലഞ്ചും കൂടി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഇത്രയും ക്ലീൻ ചെയ്യാണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെയാണ്. അപ്പോൾ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്ത് പോകാമെന്ന് കരുതി. ഇത് തലേദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായാണ്. അപ്പോൾ ഞാനത് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ കല്ലുമ്മക്കായ എന്നൊക്കെ പറയാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ കടുക്കാന്ന് കേട്ടോ പറയാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചീന്തിയെടുക്കാൻ നല്ല സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് പുഴുങ്ങാതെ തന്നെ ഇത് കാമ്പെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ പുഴുങ്ങി എടുക്കുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ ഏതായാലും ഐസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് എനിക്ക് കുറച്ച് അലക്കാനും കൂടി ഉണ്ട് കേട്ടോ.
ഇങ്ങോട്ടേക്ക് താമസം മാറിയ സമയത്ത് റേക്ക വളരെ ചെറിയ കുട്ടിയായിരുന്നു, എന്തോ 2 മാസം അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പുറത്തുള്ള പണികൾ അങ്ങനെ ഒന്നും എടുക്കാൻ അല്ലാണ്ട് നിൽക്കലില്ലായിരുന്നു. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒക്കെ ഞാൻ മെഷീനിലിട്ട് അങ്ങനെ അലക്കൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഓള് കുറച്ച് വലുതായതുകൊണ്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്ന് കളിക്കാനും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ഡ്രസ്സ് ഉണ്ടാകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ മൊത്തം അങ്ങനെ ഉണ്ട് അലക്കിയെടുക്കും കേട്ടോ. നമുക്കൊരു എക്സസൈസും ആവും. അലക്കാൻ നിൽക്കാനുള്ള മടിയേ ഉള്ളൂ, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാ പരിപാടിയും കഴിയും. പക്ഷേ വാഷിംഗ് മെഷീനിലാവുന്ന സമയത്ത് നമ്മൾ അലക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം പിറ്റേ ദിവസമൊക്കെ ആവും ചിക്കാൻ വേണ്ടി പോവുക. ഇതാവുമ്പോൾ എല്ലാ പരിപാടിയും അങ്ങനെ കഴിഞ്ഞു കിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ റേക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. മറ്റോലെ അവിടെ പോണ്ടിൻ്റെ ബാക്കി പെയിൻറ്റിങ്ങും പരിപാടിയും സെക്കൻഡ് കോട്ടൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള പരിപാടികൾ എടുക്കുമ്പോൾ വല്ലാതെ ശല്യം വരാറില്ല. മറ്റേത് ഓളെ കരച്ചിലും ഓളെ കെടുക്കൂല ഇരിക്കൂല അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടിയിലേക്കൊന്നും ഞാൻ അങ്ങനെ വല്ലാണ്ട് നിൽക്കലില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അലക്കി കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞ്, എന്നാൽ പിന്നെ തുടയ്ക്കലും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കുക്കിംഗ് പരിപാടിയിലേക്ക് നിൽക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് നേരത്തെ കാണിച്ച കടുക്ക ഫ്രൈയും അതുപോലെ തന്നെ രാവിലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും പിന്നെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് ചക്ക എടുക്കാമെന്ന് കരുതി കേട്ടോ. എനിക്ക് ചക്ക ഉപ്പേരി വലിയ താല്പര്യമില്ല, എനിക്കിങ്ങനെ പുഴുക്ക് കൂട്ടാൻ പോലെ എനിക്കിപ്പോൾ അങ്ങനെ കുത്തിയാൻ അറിയൂല, അത്ര ക്ഷമയില്ല സമയവും. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി തപ്പി പിടിച്ച് മറ്റു പലരും ഇടിച്ചക്ക വെക്കുന്നത് അങ്ങനെ എന്താ പറയുക ഇടിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇടിച്ചക്ക എന്ന പേര് എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാനും ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇടിച്ചക്ക ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോരൻ പോലെ വെക്കാമെന്നാട്ടോ വിചാരിച്ച്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ. അപ്പോൾ ഒരുപാട് വേവാത്തതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഒരു വിസിൽ വരുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കടുക്കൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. സാധാരണ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പുഴുങ്ങിയിട്ട് കാമ്പെടുക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആരോ പറഞ്ഞു കേട്ടു ഇങ്ങനെ കടുക്ക നമ്മൾ പുഴുങ്ങി ഇതാക്കുമ്പോൾ എന്താ പറയുക അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവറൊക്കെ കുറച്ച് കുറഞ്ഞു പോകും, ആ വെള്ളത്തിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു പ്രാവശ്യം പച്ചക്ക് ചീന്തിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ സാധാരണ പുഴുങ്ങി കാമ്പെടുക്കുന്നതിനേക്കാളും. അപ്പോൾ അന്ന് ഇത് കത്തി വെച്ച് കീറി അങ്ങനെയൊക്കെ ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഫ്രീസറിൽ വെച്ചപ്പോഴാണ് അതിങ്ങനെ തുറന്ന് വന്ന് കണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് വന്നുകൊണ്ട് തന്നെ നമുക്കിത് കത്തി വെച്ചിട്ട് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എടുക്കുക. പക്ഷേ പുഴുങ്ങിയെടുക്കുന്നതിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആ ഒരു ഷേപ്പ് ഹോൾഡ് ചെയ്യും, ആ ഒരു ഷേപ്പ് അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ച് കത്തി വെച്ചൊക്കെ കീറിയെടുക്കുമ്പം വലിയ ഷേപ്പുള്ള പോലെ ഒന്നും തോന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് കൈവച്ചും കത്തി വെച്ചൊക്കെ എടുക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കടുക്കൻ്റെ തോല് തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ 2 പാർട്സ് ആവല്ലോ, അതിനൊരു പാർട്സ് നമുക്കിങ്ങനെ സ്പൂണ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഇത് കോരിയെടുക്കുമ്പം നല്ല സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. ഷേപ്പൊന്നും വല്ലാണ്ട് മാറ്റം വരാണ്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കടുക്ക വൃത്തിയാക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിന് മേലെ ഇങ്ങനെ നാര് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അടിഭാഗത്ത് ഉള്ളിലായിട്ട് ഇങ്ങനെ. അപ്പോൾ അത് മാത്രം ക്ലീൻ ചെയ്ത് നമുക്ക് കളയാനുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കടുക്കൻ്റെ ടേസ്റ്റുള്ള പാർട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കടുക്ക ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ തോല് കണ്ടില്ലേ. അങ്ങനെ ഇടിച്ചൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഇടികല്ലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ഇടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇടിച്ചെടുക്കുമ്പോൾ ആ നാരായിട്ട് അങ്ങനെ വേറെ വന്നോളും. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം കൺസ്യൂം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് അറിയും കൂടി വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഇടിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ച അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും അതും കൂടി ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞതും ചുവന്നമുളക് ചെറുതാക്കി നുറുക്കിയതും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇടിച്ചക്ക അതിലേക്ക് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കിങ്ങനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അത് കഴിക്കാം. ഇതിന് നമ്മൾ ചക്കപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, അങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് തോരൻ പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് തേങ്ങ ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ജീരകം,
അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ഒതുക്കിയിട്ടാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒതുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു വറവ് മാത്രം വെച്ചിട്ട് ഉപ്പേരി ആക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തേങ്ങയും കൂടി ചേർത്ത് തോരനാക്കിയിട്ട് കൊടുക്കുക. എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ചക്കപ്പേരി കഴിക്കാത്ത ഞാൻ ഇങ്ങനെ തോരനാക്കി എടുത്തപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അത് സെറ്റായി വന്നപ്പോൾ തന്നെ ചൂടോടുകൂടി ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ തറവാട്ടിലേക്ക് കൊടുത്തേക്കുന്നുണ്ട്. ഇനി ആ ഒരു കടുക്ക ഫ്രൈയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടോ. അപ്പോൾ കടുക്ക ഫ്രൈ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന കറിവേപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല സാധാരണ മീനൊക്കെ മസാല തേക്കുന്ന പോലെ കായം കുഴച്ചിട്ട് ഈ പറഞ്ഞ പോലെ പച്ചക്ക് ചീന്തി എടുത്ത് അതിൽ വെറുതെ ഉപ്പും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മറ്റേതിൻ്റെ പോലെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കുത്തും കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് നമുക്ക് ആ ഒരു കടുക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കടുക്ക ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അത് മാത്രം ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു കടുക്ക നമ്മൾ പാനിലേക്ക് ഇട്ട് കഴിയുമ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങും. വെള്ളം വന്നു കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി, ഓൾറെഡി കടുക്കയിൽ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഈ കടുക്കയിൽ ഇങ്ങനെ വെള്ളം കൂടി വരും. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഈ ഒരു കടുക്ക വേവാൻ വേണം. ഈ വെള്ളം ഇങ്ങനെ വറ്റി വരും കൂടി വേണം കേട്ടോ. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി തൊലിയൊന്നും കളയാണ്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഓരോ കുത്തു കൊടുത്തിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അതായത് ഒന്ന് സ്പ്ലിറ്റായി വന്നാൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 1-2 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായിട്ട് നല്ല പൊരിഞ്ഞ് വന്നോളൂ കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മൾ സാധാരണക്ക് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന പോലെ ഒരുപാട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് അതിട്ട് പൊരിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടികളും എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ചക്കപ്പേരിയും കടുക്ക ഫ്രൈയും എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ്. റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.